everyone, welcome to Mallu Girl Talkies. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് അടിപൊളിയായിട്ട് ഫേസിൽ വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു ആയുർവേദിക് ഓയിലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ വിത്തൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻടു ദ വീഡിയോ. ഞാൻ ഇന്ന് നിങ്ങളോട് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും റിവ്യൂവും പറയുന്നത് ഈ ഒരു ഓയിലിനെ പറ്റിയിട്ടാണ്. നമ്മൾ മലയാളികൾക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും, ഇത് ഈ ഒരു ബോട്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് നാൽപ്പാമരാതി കേര തൈലമാണ്. നമ്മളെല്ലാം കൊച്ചിലെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഐ ഹാവ് യൂസ്ഡ് ഇറ്റ് a lot in my childhood, a lot in my teenage years, and again I started using it and it's incredible. So ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ നാട്ടില് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് സ്കിന്നിൽ ഒത്തിരി വെയിലത്ത് നടന്നു. എത്ര സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും സ്കിൻ ഒത്തിരി ടാൻ ആയി. പിന്നെ എനിക്ക് പിമ്പിൾസ് ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ഭാഗത്തായിട്ട്. അപ്പം അതിന്റെ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു വന്നിട്ട് ഫേസ് പാക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും I introduced one new thing to my routine, which is this one, and I am seeing really good results. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളോടും പറയാം, എന്തിനാ നമ്മൾ ഗേറ്റ് കീപ്പ് ചെയ്യുന്നത് അല്ലേ. ഞാൻ ഈ റിവ്യൂ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു ആയുർവേദിക് ഡോക്ടർ അല്ല, ഞാനൊരു ട്രെയിൻഡ് ആയുർവേദിക് പ്രൊഫഷണൽ അല്ല. ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ യൂസ് ചെയ്യാൻ നേരത്ത് ബേസ്ഡ് ഓൺ യുവർ സ്കിൻ ടൈപ്പ് ആൻഡ് കണ്ടീഷൻസ് യു ഹാവ് ടു ഡു എ പാച്ച് ടെസ്റ്റ് ആൻഡ് ദെൻ യൂസ് ഇറ്റ്, അല്ലെങ്കിൽ കൺസൾട്ട് എ ഡോക്ടർ ആൻഡ് ദെൻ യൂസ് ഇറ്റ്. ഞാൻ എന്റെ അഭിപ്രായവും എന്റെ എക്സ്പീരിയൻസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ രാവിലെ എണീറ്റിട്ട് കഴിഞ്ഞിട്ട് മുഖം കഴുകുന്നതിന് മുന്നേ, ബിക്കോസ് ഞാൻ രാത്രിയിൽ മുഖമൊക്കെ കഴുകിയിട്ടുണ്ട്, രാവിലെ എണീറ്റ് ഉടനെ ഞാൻ നമ്മുടെ സ്കിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നൈസ് ഓയിൽസ് ഒന്നും പെട്ടെന്ന് വാഷ് ഓഫ് ചെയ്ത് കളയാറില്ല. അപ്പം രാവിലെ എണീറ്റതിന് ശേഷം ഞാൻ ഈ എണ്ണ നാൽപ്പാമരാതി എണ്ണ കുറച്ച് എടുത്തിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യും. സമയമുള്ള ദിവസങ്ങളിൽ 1 മണിക്കൂർ ഇടും, സമയമില്ലാത്ത ദിവസങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ആ ഓയിൽ ഇട്ടേക്കും. അതിനുശേഷം നമ്മുടെ കടലമാവ്, അതാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ചെറുപയർ പൊടി തീർന്നുപോയി. അപ്പൊ കടലമാവ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് കളയും. പക്ഷെ വെളിയിൽ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിമ്പിളിന്റെ ഫേസ് വാഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഫേസ് വാഷ് വെച്ച് വാഷ് ഓഫ് ചെയ്ത് കളയും. നമ്മുടെ മുഖത്തുള്ള എല്ലാ ഓയിലും അത് യൂസ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ തന്നെ അത് പോവും. നിങ്ങൾക്ക് കടലമാവില്ലെങ്കിൽ ചെറുപയർ പൊടിയും യൂസ് ചെയ്യാം, പക്ഷെ അത് നല്ല ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തതായിരിക്കണം. നമ്മളൊന്നും ഇട്ട് ഫേസ് വാഷ് ചെയ്യാൻ നേരത്തെ ഒത്തിരി ഇറിറ്റേറ്റഡ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഫേസിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ യു കെൻ ഈദർ യൂസ് എ ഫേസ് വാഷ് ഓർ യൂസ് വൺ ഓഫ് ദ നാച്ചുറൽ റെമഡീസ് ദാറ്റ് ഐ ഹാവ് ടോൾഡ് യു ടു വാഷ് ദിസ് ഓഫ്. എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ സാധാരണ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇടുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് എനിക്കത് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയാൽ മാത്രമേ ഇടാറുള്ളൂ. പിന്നെ നാൽപ്പാമരാതി ഓയിൽ ആയതുകൊണ്ട് എനിക്ക് പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ കുഞ്ഞിലെയും ടീനേജ് ഇയേഴ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഐ വാസ് ഗുഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ് ആവാനായിട്ട്, ടാൻ റിമൂവ് ആവാനായിട്ട്, സ്കിന്നിൽ എന്തെങ്കിലും ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ കഴുത്തിന്റെ ഭാഗത്ത് എൽബോ ഒക്കെ നമുക്ക് ചെറിയൊരു ബ്ലാക്ക് സ്കിൻ, കറുത്ത ഒരു ഫോർമേഷൻ വരുമല്ലോ, അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട്, പിന്നെ ബ്ലണ്ടായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ചൊറി, റാഷസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ടും ഫോർ എ ഹെൽത്തിയർ ആൻഡ് ബെറ്റർ ലുക്കിംഗ് സ്കിന്നിനാണ് നമ്മൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ബേസ് വരുന്നത് വെളിച്ചെണ്ണയാണ്. ബോട്ടിലും എഴുതിയിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇതൊരു യെല്ലോ കളർ ഓയിലാണ്. ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് എ ഗോൾഡൻ ഓയിൽ. നിങ്ങൾക്ക് ഈ ബോട്ടിലിൽ തന്നെ കാണാം, ഇതൊരു യെല്ലോ കളർ ഗോൾഡൻ കളർ ഓയിലാണ്. ഇനി ഞാനിത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. കുറച്ച് ക്വാണ്ടിറ്റി കയ്യിലെടുക്കുന്നു, എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, എന്റേത് ഓയിലി സ്കിൻ അല്ല, എന്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. അതായത് എനിക്ക് കുരുക്കളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ് മെയിൻലി വരുന്നത്. പിന്നെ ചിലപ്പം ബിക്കോസ് ഓഫ് സ്ട്രെസ് ആൻഡ് ഹോർമോൺസ് ഇവിടെ വരാറുണ്ട്. പക്ഷെ യൂഷ്വലി മൈ ഓയിലി സൈഡ് ഇസ് ദിസ് ടീസോൺ ഏരിയ. അപ്പൊ കോമ്പിനേഷൻ സ്കിന്നാണ് എനിക്കുള്ളത്. സോ ഇഫ് യു ആസ്ക് മീ, ഐ വുഡ് സേ ദാറ്റ് പീപ്പിൾ ഹു ഹാവ് കോമ്പിനേഷൻ നോർമൽ ആൻഡ് ഡ്രൈ സ്കിൻ ക്യാൻ യൂസ് ഇറ്റ്. അപ്പോ രാവിലെ എനിക്ക് വലുതായിട്ടൊന്നും മസാജിനെ കുറിച്ച് അറിയില്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ സർക്കുലർ മോഷനിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ഇതൊന്ന് നോക്കിയിട്ടൊക്കെ യൂസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഓയിൽ സെക്രീഷൻ ഉണ്ട്. അപ്പോ
ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുരു കുറയ്ക്കുന്നതിന് പകരം നിങ്ങൾക്ക് കുരു കൂടാൻ സാധ്യതയുണ്ട്. സോ യൂസ് ഇറ്റ് കെയർഫുള്ളി. ബട്ട് അതർവൈസ് ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്കും കോമ്പിനേഷൻ സ്കിൻ ഉള്ള ആളുകൾക്കൊന്നും ഇത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഒരു നല്ല കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, എനിക്ക് സ്മോൾ ബംസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നെറ്റിയിൽ. ആൻഡ് ടു മൈ സർപ്രൈസ് ഇറ്റ് ഹാസ് റെഡ്യൂസ്ഡ്. ഐ ഡോണ്ട് നോ വൈ. ഒരു ഓയിലാണ് മുഖത്ത് ഇടുന്നത്, സോ ഐ തോട്ട് ഐ ഗെറ്റ് എ ലോട്ട് ഓഫ് പിമ്പിൾസ് ഇൻ ദിസ് ഏരിയ. പക്ഷെ അത് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ സാധാരണ ഒരു സർക്കുലർ മോഷനിൽ ഇത് ജസ്റ്റ് കഴുത്തിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഞാൻ കഴുത്തിൽ ഇടുന്നില്ല, കാരണം ഞാൻ രാവിലെ ഓൾറെഡി ഓയിൽ ഇട്ടു കുളിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ അപ്ലൈ ചെയ്തത്. പക്ഷെ യൂഷ്വലി ഞാൻ രാവിലെ ഫുൾ ബോഡിയിൽ വീക്ക്ലി വൺസേ ചെയ്യാറുള്ളൂ. അതർവൈസ് ഇറ്റ്സ് മൈ ഫേസ് ആൻഡ് നെക്ക് ദാറ്റ് ഐ അപ്ലൈ ദിസ് ടു. എന്നിട്ട് വൺ തിങ് ദാറ്റ് ഐ നോ അബൌട്ട് മസാജിങ് ഈസ് ഓൾവേസ് മസാജ് അപ്വേർഡ്സ് ആൻഡ് നോട്ട് ഡൗൺവേർഡ്സ്. നമുക്ക് സ്കിന്ന് സാഗ് ആവാനായിട്ട് താല്പര്യമില്ലല്ലോ. അപ്പോ ജസ്റ്റ് കുറച്ചൊരു 2-3 minutes ഒന്ന് മസാജ് ചെയ്തിട്ട് ഐ ലെറ്റ് ഇറ്റ് ബി. ആൻഡ് ദെൻ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ഓഫ് ചെയ്ത് കളയും. അപ്പൊ ഇത് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ബാക്കി പറയാം. വാഷ് ചെയ്യാൻ കയറിയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. ഈ ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, സിമ്പിളിന്റെ ഫേസ് വാഷ്. പേടിക്കാനില്ല, ഈ ഫേസ് വാഷ് കംപ്ലീറ്റ് ആയിട്ട് ഓയിലിനെ റിമൂവ് ചെയ്യും. സോ യാ, യു ആർ ഗുഡ് ടു ഗോ ഇഫ് യു ഹാവ് ദിസ് വൺ. അതർവൈസ് യു കെൻ യൂസ് എനി ഫേസ് വാഷ് ദാറ്റ് യു ആർ യൂസിങ്. അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. ഇഗ്നോർ ഓൾ ദിസ് മെസ്. ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് വരുമ്പം എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? സ്കിന്ന് ഫീൽസ് റിയലി ഗുഡ് ആൻഡ് സോഫ്റ്റ്, വൺ തിങ്. സെക്കൻഡ് തിങ് ഈസ്, നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാൻ നേരത്ത് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നുണ്ടല്ലോ. സോ യുവർ സ്കിൻ ഫീൽസ് ഫ്ലഷ്ഡ് ആൻഡ് നൈസ്. മൂന്നാമത്തെ കാര്യം, ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷം ഉടനെ ഒരു മോയ്സ്ചറൈസർ എടുത്ത് അതിനെ പുറത്തിടാറില്ല. ഐ വെയിറ്റ് ഫോർ ലൈക്ക് ഹാഫ് ആൻ അവർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാനൊരു മോയ്സ്ചറൈസർ ഇടാറാണ് പതിവ്. അതെന്റെ ഹാബിറ്റാണ്, അതിന് പ്രത്യേകിച്ച് ലോജിക് ഒന്നുമില്ല. ദാറ്റ്സ് ഹൗ ഐ ഡു ഇറ്റ്. ബിക്കോസ് ഞാനൊരു ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഐ വുഡ് വാണ്ട് മൈ സ്കിൻ ടു ബ്രീത്ത് എ ലിറ്റിൽ ബിഫോർ ഐ പുട്ട് ഓൺ സംതിങ് എൽസ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്, റൈറ്റ്? അപ്പോൾ അതാണ് കാര്യം. ഇനി ഇത് യൂസ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഓയിലിന് ഫേഷ്യൽ ഹെയർ റെഡ്യൂസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പിരികത്തൊന്നും ആവാതെ നോക്കുക. ഇഫ് യു ആർ എ ഗൈ ഹു ഇസ് വാച്ചിങ് ദിസ്, ഈ താടിയുടെയും മീശയുടെയും ഭാഗങ്ങളിൽ ഈ ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. യു ക്യാൻ യൂസ് ഇറ്റ് ഓൺ ദ ടോപ്പ് പാർട്ട് ഓഫ് യുവർ സ്കിൻ. അത് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, മഞ്ഞളുള്ള ഒരു യെല്ലോ കളർ ഓയിലാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റെയിൻ ആവാൻ, അതായത് ഇഫ് യു ആർ വെയറിംഗ് ഫാൻസി ക്ലോത്ത്സ് ആൻഡ് ദെൻ പുട്ടിംഗ് ദിസ് ഓയിൽ, ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗോയിങ് ടു സ്റ്റെയിൻ. അത് റിമൂവ് ചെയ്യാൻ പാടാണ്. അപ്പം ആസ് യു ക്യാൻ സീ, ഞാൻ ഭയങ്കര പഴയ ഓൾറെഡി ഈ ഓയിൽ ഇട്ട് സ്റ്റെയിൻ ആയിട്ടുള്ള ഒരു പഴയ ടീഷർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് എന്റെ ഓയിലിംഗ് ടീഷർട്ട്. സോ യൂസ് സംതിങ് ദാറ്റ് യു ഡോണ്ട് മൈൻഡ് സ്റ്റെയിനിങ്. സോ യാ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അങ്ങനെ ദാറ്റ്സ് ഓൾ ഫോർ ദ റിവ്യൂ ആൻഡ് മൈ എക്സ്പീരിയൻസ് വിത്ത് ദ ഓയിൽ. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, ഇതിനു മുന്നേ നാൽപ്പാമരാതി ഓയിൽ യൂസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ എന്തായാലും പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്യുക. ബട്ട് സോ ഫാർ ഐ ലവ് ഇറ്റ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് എ പെർമനന്റ് അഡീഷൻ ടു മൈ മോർണിംഗ് റുട്ടീൻ. സോ യാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതേപോലത്തെ കോണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. എന്നാലേ നിങ്ങളുടെ ഫീഡിൽ എന്റെ കോണ്ടന്റ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക്, ഷെയർ ആൻഡ് യാ, അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.